സോ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എങ്ങനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാൻ പറ്റുക നോക്കിയേ. ഹാസ് ഓർ ഹാവ് എങ്ങനെയാണ്? ഹാസ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ഫോം. എന്തായിരുന്നു നമ്മൾ പഠിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ ഏതൊക്കെയുണ്ട്? പ്രസന്റ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നമ്മുടെ ഏത് ടൈം ഉണ്ട്? ഐ എൻ ജി ഫോം ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് എഴുതാം: ഹാസ് ഓർ ഹാവ് പ്ലസ് been plus v1 plus ing form. An action that is started in the past and continuous in the present. എന്താ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുക? വി കോൾ ബൈ ദ നെയിം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? An action that had started in the past and continuous in the present. പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഏതിൽ പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ശ്രദ്ധിക്കണം. എങ്ങനെ നമ്മൾ എഴുതുക? ഹാസ് ഓർ ഹാവ് ഉണ്ടാവും, അതിന്റെ കൂടെ ബീൻ ഉണ്ടാവും, പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ഫോം. നോക്കിയേ സബ്ജക്ട് എങ്ങനെ വരുന്നത് നോക്കിയേ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ഫോം. എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ഫോം പ്ലസ് ഒബ്ജക്ട്. നോക്കിയേ, ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. ഓക്കെ, ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. അതാണ് ഇതിൽ വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദെൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗിൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗിൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. I have been writing a poem for 2 hours. നോക്കിയേ, I have been I have been writing a poem for 2 hours. എന്താ പറയുന്നത് നോക്കി, ഞാൻ 2 മണിക്കൂറായിട്ട് I have been writing a poem for 2 hours. 2 മണിക്കൂറായിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? I have been writing. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. It means that I haven't completed yet. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? എഴുതി കഴിഞ്ഞിട്ടില്ല. നോക്കി, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗിൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ പോം ഫോർ 2 hours. അടുത്ത് നോക്കിയേ, ദേ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ സിൻസ് 2020. നോക്കിയേ, ദേ ഹാവ് ബീൻ സ്റ്റേയിങ്. നോക്കിയേ, നമ്മൾ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു. ഹാവ് നമ്മൾ യൂസ് ചെയ്തു, ബീൻ നമ്മൾ യൂസ് ചെയ്തു, വെർബ് യൂസ് ചെയ്തു, അതിന്റെ കൂടെ ഐ എൻ ജി ഫോം. നോക്കി, ദേ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ. നമ്മൾ എങ്ങനെ എഴുതി അതിനെ? ദേ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ സിൻസ് 2020. Is it clear? Then അതിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കി, സിൻസും ഫോർ. സിൻസ് ഫോർ. ഓക്കെ, എന്താ ഈ പറയുന്ന സിൻസ്, എന്താ ഈ പറയുന്ന ഫോർ? സിൻസ് ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം. സിൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? സിൻസ് ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് ഏത് പറയുന്നത്? സിൻസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഫോർ എന്താ? ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. ഇതെപ്പോഴും ഓർത്ത് വെക്കണം. നോക്കിയേ, സിൻസ് നോക്കിയേ, സിൻസ് 2020 അല്ലെങ്കിൽ എന്താ? സിൻസ് 2000. നമ്മൾ ഓരോ കമ്പനിയൊക്കെ പറയുന്ന സമയത്ത് പറയും. ഇപ്പൊ കിറ്റെക്സ് അല്ലെങ്കിൽ എന്താ മലബാർ ഗോൾഡ് സിൻസ് 2010 അല്ലെങ്കിൽ എന്താ സിൻസ് 1980s. അതെല്ലാം എന്താ? ഇത് ഇൻഡിക്കേറ്റ് ഫ്രം എ പോയിന്റ് ഓഫ് ടൈം. എന്താ? പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് പ്രസന്റ് ഇന്നേ വരെ, ഫ്രം എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് ടിൽ നൗ. അന്ന് ആ ഒരു സമയം മുതൽ ഇന്ന് വരെ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഏത്? ഈ പറയുന്ന സിൻസ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, ഫോർ. എന്താ ഫോർ കൊണ്ട് മീൻ ചെയ്യുന്നത്? ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം.
എന്താ ഫോർ പറയുന്നത്? ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. ഏതാണ് ഇതിൽ വരുന്നത് നോക്കിയേ. ഫോർ ഫോർ എന്ന് മീൻ ചെയ്യുന്നത് എന്താ? ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു ടൈമിന്റെ ലെങ്ത് അതിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഫോർ. ഓക്കെ, സിൻസ് ആണെങ്കിൽ സിൻസ് ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ്. ഫോർ ആണെങ്കിലോ ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദെൻ എന്താ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്താ പറയുന്നത് നോക്കിയേ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. സബ്ജക്ട് ഉണ്ടാവും, അതിന്റെ കൂടെ എന്തുണ്ടാവും? ഹാസ് ഓർ ഹാവ് ഉണ്ടാവും, അതിന്റെ കൂടെ ആരുണ്ടാവും? ബീൻ ഉണ്ടാവും, അതിന്റെ കൂടെ ബി1 ഉണ്ടാവും, അതിന്റെ കൂടെ ing പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയത്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി1 പ്ലസ് ing ഫോം ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. എന്താ പറയുന്നത് നോക്കി. ഐ ഹാവ് ബീൻ സ്റ്റഡിങ്, ഞാൻ 3 മണിക്കൂറായിട്ട് എന്ത് ചെയ്യുകയാണ്? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours, 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ്. ഓക്കെ, ഐ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് എന്താ ചെയ്യുന്നത്? 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് നോക്കിയേ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി സിൻസ് 2015. എന്താ? ഷീ ഹാസ് ബീൻ വർക്കിംഗ്, അവൾ ഈ കമ്പനിയിൽ എത്ര കാലമാണ്? ഷീ സബ്ജക്ട് വന്നു, ഹാസ് വന്നു, അല്ലെങ്കിൽ ബീൻ വന്നു, ബി1 വന്നു, ing വന്നു. ഓക്കെ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി സിൻസ് 2015. ദെൻ അടുത്ത് നോക്കിയേ. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. നോക്കി അടുത്തത്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എത്ര നാളായിട്ട്? ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? They have been playing football. Correct. അടുത്ത് നോക്കിയേ. We have been waiting for the bus since morning. എന്ത് ചെയ്യുന്നുണ്ട്? We have been waiting for the bus since morning. രാവിലെ മുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. We have been waiting for the bus since morning. Then he has been reading a novel all day. എന്താ? He has been reading. അവൻ ഒരു നോവൽ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. He has been reading a novel all day. ഈ ഒരു ദിവസം മുഴുവൻ അവൻ എന്താ ചെയ്യുന്നത്? ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been reading a novel all day. Then അടുത്ത് നോക്കിയേ. The scientists have been researching climatic change solution for years. എന്താ? The scientists. ഇവിടെ എന്താ? The scientists. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് a group of person. The scientists എന്താ? Have been researching the climatic change solution for a year. Climatic change solution എന്താണ്? ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Then അടുത്ത് നോക്കിയേ. The company has been expanding its business globally for decades. And the company എന്തായി? Has then been expanding its business globally for decades. Then അടുത്ത് നോക്കിയേ. The professor had been developing an advanced algorithm since last year. എന്ത് ചെയ്യുന്നുണ്ട്? The professor have been developing. Professor എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Then the students have been preparing for the national exam for 3 months. എന്താ? The students എന്താ? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നോക്കി, സബ്ജക്ട് വന്നു, ഹാസ് ഓർ ഹാവ് വന്നു, ബീൻ വന്നു, ബി1 വന്നു, then ing ഫോം വന്നു, then ഒബ്ജക്റ്റ് വന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഓഫ് ദ സെന്റൻസസ് എന്താ? എല്ലാ സെന്റൻസും എന്ന് പറയാൻ പറ്റില്ല. ഇൻ മോസ്റ്റ് ഓഫ് ദ സെന്റൻസ് there will be എന്തുണ്ടാവും? ഒന്നില്ലെങ്കിൽ ഫോർ ഉണ്ടാവും, അല്ലെങ്കിൽ സിൻസ്. സിൻസ് ഓർ ഫോർ will be used at the end. എന്താ? ഏറ്റവും അവസാനത്തെ ഒന്നില്ലെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, that engineers have been working tirelessly on the road transportation system. എന്ത് engineers have been working, ഒരു മടുപ്പുമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ എന്തായാലും നമ്മൾ പഠിച്ച പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ an action that is started in the past. പാസ്റ്റിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു and continuous in the present. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ്റ്റിലോടെ തീർന്നില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. The use of present perfect tense.
എന്തൊക്കെയാണ്? ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing. ഓക്കെ, he has been playing football for 2 hours. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? 2 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To express an action which begin in the past. പാസ്റ്റിൽ ഒരു ആക്ഷൻ ബിഗിൻ ചെയ്തു. ആൻഡ് is still going on. എന്നിട്ട് എന്താണ്? തീർന്നോ? ഇല്ല. ആൻഡ് is still going on. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. At that time of speaking. Okay, I have been writing a poem for 2 hours. ഞാനൊരു പോയം എഴുതിയിട്ട് എത്ര നേരമായി? I have been writing, ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. They have been staying in Bangalore since 2020. അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബാംഗ്ലൂരിൽ 2020 മുതൽ സ്റ്റേ ചെയ്യുന്നത്. It means they are still staying on here. Then അടുത്ത സെന്റൻസ് നോക്കി. സിൻസ് ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഓഫ് ടൈം. എന്താ? ഒരു പോയിന്റ് ഓഫ് ടൈം പറയാം. ഫ്രം എ പോയിന്റ് ഓഫ് ടൈം ഇൻ പാസ്റ്റ്. സിൻസ് 5 years, സിൻസ് 2020, സിൻസ് 1980, സിൻസ് 2010, സിൻസ് 2020. ഇതെല്ലാം ഏതിനാണ്? സിൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതേ സമയത്ത് ഫോർ ആണെങ്കിലോ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിനെ പറയുന്നതാണ് ഇത്. ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ടൈം, ടിൽ നൗ എന്നൊക്കെ പറയുന്നതാണ് ഫോർ. Is it clear? Then here comes our next heading, past tense. നമ്മൾ അടുത്ത ഹെഡിങ്, അടുത്തൊരു ഏറ്റവും വലിയൊരു ഹെഡിങ് ആണ്. നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പാസ്റ്റ് ടെൻസ്. എന്താണ് പാസ്റ്റ് ടെൻസ്? ഓക്കെ, ദ verb form you use to talk about in the past. in the പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ, എന്താ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് നടന്നത്. അതായത് എന്താ? The verb form you use to talk about things that happened in the past. പാസ്റ്റിൽ നടന്നുപോയ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ, നമുക്ക് പാസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അത് എത്ര ടൈപ്പ് ഉണ്ട് നോക്കി. പാസ്റ്റ് ടെൻസ്. എന്താ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? ദ verb form you use to talk about the things that happened in the past. എത്ര തരമുണ്ട്? സിമ്പിൾ പാസ്റ്റ്, ദെൻ രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഏതൊക്കെയാ? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ടെൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാ നോക്കിയേ? സിമ്പിൾ പാസ്റ്റ്. എന്താ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഐ ഈറ്റ് ആൻ ആപ്പിൾ. എന്താ? ഞാനൊരു ആപ്പിൾ കഴിച്ചു. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഐ ഈറ്റ് ആൻ ആപ്പിൾ. അതേ സമയത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോഴോ ഐ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ടെൻസ് ഏത് വന്നാലും അവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യും? ing ഫോം യൂസ് ചെയ്യും. സോ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഐ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ ഐ ഹാഡ് ഈറ്റൻ ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചിരുന്നു. ഐ ഹാഡ് ഈറ്റൻ ആൻ ആപ്പിൾ. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ. എന്താ? ഞാനൊരു ആപ്പിൾ കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒന്നുകൂടെ നോക്കിയേ പാസ്റ്റ് ടെൻസ് എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന്. പാസ്റ്റ് ടെൻസ് നമുക്ക് മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വൺ, നമ്മുടെ അഞ്ചാമത്തെ, അതായത് നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ചെയ്താൽ നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് വെർബ്. എങ്ങനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എഴുതുക? സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് വെർബ്. ഓക്കെ, to express an action completed in the past. എന്താ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ചൊന്നുമില്ല, പാസ്റ്റിൽ നേരത്തെ തന്നെ നടന്നുപോയ ഒരു കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ? to express an action completed in the past. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. എന്താ സിമ്പിൾ പാസ്റ്റ്? ടു express an action completed in the past. പാസ്റ്റിൽ നടന്നുപോയ കാര്യത്തെ
നോക്കി ഇവിടെയുണ്ട് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. ദ ടൈം ഓഫ് ആക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ വേർഡ് ഓർ എ ക്ലോസ് ലൈക്ക്. നമുക്ക് കുറച്ച് വേർഡ് അങ്ങനെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് വൺ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, എഗോ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ, ദെൻ റീസെന്റ്. ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം അത് ഏതാണ്. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ്. ഇത് ഏത് ഫോം ആയിരിക്കും ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാ നോക്കിയേ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ് നോക്കിയേ. യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, എഗോ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ, റീസെന്റ്. ഇതെല്ലാം പറയുന്നത് ഏതിലാണ്. സിമ്പിൾ പാസ്റ്റ്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. സിമ്പിൾ പാസ്റ്റിന് എക്സാമ്പിൾ ആണ്. നോക്കിയേ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഞാൻ എപ്പോഴാണ് കണ്ടത്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച. നമ്മളിവിടെ മീറ്റ് അല്ല, നമ്മളിവിടെ എന്തായി മെറ്റാണ് പറയുന്നത്. ഹിം ലാസ്റ്റ് വീക്ക്. നമ്മളിവിടെ എന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക്. ഇത് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ്സ് ഇൻ എ പാസ്റ്റ് ഫോം. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ദെൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. എന്താ ഇന്ത്യ ഗെറ്റല്ല പറയുന്നത്, ഗോട്ട് ആണ് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ബോത്ത് ആർ ഇൻ പാസ്റ്റ് ഫോം. ഓക്കെ, അതാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ ആണ്. എന്താണ് ഈ പേര് പോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്. എന്താ സിമ്പിൾ പാസ്റ്റ് ഈസ് വെരി സിമ്പിൾ. സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് വെർബ്. ദെൻ രണ്ടാമത്തെ നോക്കി. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. എന്ത് ഈ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി റൊട്ടീൻ ആയിട്ടുള്ള നമ്മളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നത്. എന്താ സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ടെൻസ്. ഓക്കെ, ടു എക്സ്പ്രസ് ദ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, എന്താ ടു എക്സ്പ്രസ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു. സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. എന്താ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ മീൻസ് ഡെയിലി റൊട്ടീൻ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു റൊട്ടീൻ ആയിട്ടുള്ളത്. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഹി ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ്. എന്താ ഡ്രിങ്ക് അല്ല വന്നത്, എന്താ വന്നത്. ഡ്രാങ്ക് മിൽക്ക്. ഹി ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ്. അവനൊരു കുട്ടിയായിരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുമായിരുന്നു. He, capital letter ആണ്. Okay, he always drank, കുടിച്ചിരുന്നു. He always drank milk when he was a child. അവൻ കുട്ടിയായിരുന്ന സമയത്ത് അവൻ എപ്പോഴും പാല് കുടിക്കുമായിരുന്നു. കാവ്യ studied many hours every day. എന്താ എല്ലാ ദിവസവും ഒരുപാട് നേരം എന്ത് ചെയ്തു. കാവ്യ പഠിച്ചു. കാവ്യ studied many hours every day. എല്ലാ ദിവസവും എന്ത് ചെയ്തു. കാവ്യ ഒരുപാട് നേരം പഠിച്ചു. എന്താ നമ്മൾ പറയാൻ നോക്കിയേ. used to V1 is used to indicate past habit. Example എന്താ. കാവ്യ used to study many hours every day. Okay, then കാവ്യ studied many hours every day. പണ്ട് കാലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാവ്യ ഒരുപാട് നേരം പഠിച്ചിരുന്നു. Okay, then with the process I wish, it is the time, it's the right time, it is high time, we use V2. I wish I had wings. എന്താ I wish. കുറച്ച് വേർഡ്സ് ഉണ്ട്. I wish. Then it is time. Then it is right time. Then it is high time. ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്. We use in the verb to. I wish I had wings. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ചിറക് ഉണ്ടായിരുന്നുവെങ്കിൽ. I wish I had wings. Then നാലാമത്തെ നോക്കിയേ. With imaginary condition use were instead of was. ഓക്കെ, ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ നാലാമത്തെ. എന്താ പറയുന്നത് നോക്കി. വിത്ത് ഇമാജിനറി കണ്ടീഷൻ. എന്താ വിത്ത് imaginary condition we use. എന്താ with imaginary condition use were. If Gandhiji were alive, Sindhu played as if she were alive. എന്താ ഗാന്ധിജി ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ. എന്താ ഇറ്റ്സ് ഇമാജിനറി കണ്ടീഷൻ. നമുക്ക് നടക്കുമോ. ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇമാജിനറി സിറ്റുവേഷൻ. ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ്. ഓക്കെ, വിത്ത് ഇമാജിനറി കണ്ടീഷൻ വി യൂസ് were instead of was.
Okay, okay, ഇടയ്ക്ക് പറഞ്ഞ നോക്കിയേ ഫസ്റ്റ് വൺ എന്താ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് പാസ്റ്റിൽ നടന്ന നോക്കിയേ വാക്ക് ഇപ്പൊ തന്നിട്ടുണ്ട് വാക്ക് വാക്ക് ആണെങ്കിൽ അത് എന്തായി മാറി വാക്ക് ആണെങ്കിൽ അത് വാക്ഡ് ആയിട്ട് മാറി ഈറ്റ് ആണെങ്കിലോ ഈറ്റ് 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 വാക്ക് ആണെങ്കിൽ വാക്ക് വാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി വാക്ഡ് ആയിട്ട് മാറി ഈറ്റ് ഈറ്റ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറി എയ്റ്റ് ആയിട്ട് മാറി അതേപോലെ എന്താ രണ്ടാമത്തെ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റ് ഇൻ ദ പാസ്റ്റ് പാസ്റ്റിൽ നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് എന്താ ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ പാസ്റ്റിൽ ഒരു ഹാബിറ്റ് ആയിട്ട് ഒരു ഹാബിച്വൽ ആക്ഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ മൂന്നാമത്തത് എന്താ വിത്ത് ദ ക്ലോസ് ഐ വിഷ് ഇറ്റ്സ് ദ ടൈം ഏതൊക്കെയാ ഐ വിഷ് ഇറ്റ് ഈസ് ദ ടൈം ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ഇറ്റ് ഈസ് ഹൈ ടൈം അതിന്റെ എല്ലാം കൂടെ എന്താ എടുത്ത് നോക്കിയേ വിത്ത് ഇമാജിനറി കണ്ടീഷൻ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കണ്ടീഷന്റെ കൂടെയും നമ്മൾ ഏത് യൂസ് ചെയ്യും പാസ്റ്റ് ഫോം യൂസ് ചെയ്യുക അതേപോലെ തന്നെ നാലാമത്തെ ശ്രദ്ധിക്കണം വിത്ത് ഇമാജിനറി കണ്ടീഷൻ വി വിൽ ബി യൂസിങ് were ഇൻസ്റ്റെഡ് ഓഫ് was എന്താണ് നമ്മൾ ഇമാജിനറി കണ്ടീഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാ യൂസ് ചെയ്യുക വി വിൽ ബി യൂസിങ് were ഇൻസ്റ്റെഡ് ഓഫ് was. Okay, then first let's നോക്കിയേ ഒന്നുകൂടെ നമുക്ക് നോക്കാം സബ്ജക്ട് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്ട് എന്താ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഓഫ് പാസ്റ്റ് സിമ്പിൾ ഇറ്റ് മീൻസ് സബ്ജക്ട് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമ്മുടെ സെന്റൻസിലുള്ള എസ് വി ഒ പാറ്റേൺ എസ് വി ഒ പാറ്റേൺ ആയിട്ടുള്ള സബ്ജക്ട് വി ടു ഒബ്ജക്ട് എന്താ ഷീ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ എന്താ ഷീ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ then അടുത്ത് നോക്കിയേ they played football last evening എന്താ ഫസ്റ്റ് ഒന്ന് നോക്കിയേ she wrote a letter yesterday then രണ്ടാമത് എന്താ they played football last evening then അടുത്ത് നോക്കിയേ the baby cried a lot എന്താ നോക്കിയേ the baby cried a lot then he watched a movie last night he visited the museum last week ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് സിമ്പിൾ പാസ്റ്റ് okay she wrote a letter yesterday അവൻ ഇന്നലെ ഒരു ലെറ്റർ എഴുതി they played football last evening എന്താ കഴിഞ്ഞ ഈവനിങ്ങിൽ അവര് ഫുട്ബോൾ കളിച്ചു the baby cried loudly എന്തേ സംഭവിച്ചു baby cried loudly ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എപ്പോഴും എന്ത് സംഭവിച്ചു കുട്ടി നല്ല സൗണ്ടിൽ കരഞ്ഞു he watched a movie last night കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നൈറ്റ് എന്താണ് അവൻ എന്ത് ചെയ്തു he watched a movie he watched അല്ല നമ്മൾ പറഞ്ഞത് he watched a movie then we visited the museum last week എന്താണ് we visited the museum last week നമ്മൾ എന്ത് ചെയ്തു മ്യൂസിയം കണ്ടു is an example of simple past then കുറച്ച് ഹൈലൈറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി സിമ്പിൾ പാസ്റ്റ് തന്നെ സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ് ഓൺ ദ ഡിസ്റ്റന്റ് ഗാലക്സി എന്താ ഒരു ഗാലക്സി ഡിസ്റ്റന്റ് ഗാലക്സിയിൽ എന്ത് ചെയ്തു സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ് സയന്റിസ്റ്റ് പുതിയൊരു പ്ലാനറ്റ് ഡിസ്കവർ ചെയ്തു സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ് എന്താ പുതിയൊരു പ്ലാനറ്റ് നമ്മുടെ സയന്റിസ്റ്റ് ഡിസ്കവർ ചെയ്തു then the company launched an innovation product last year കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു കഴിഞ്ഞ വർഷം കമ്പനി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്താ പറയുന്നത് നോക്കി ദ കമ്പനി ലോഞ്ച് ആൻ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞൊരു വർഷം അതായത് ഈ വർഷമല്ല കഴിഞ്ഞൊരു വർഷം ലാസ്റ്റ് ഇയർ എന്ത് സംഭവിച്ചു ദ കമ്പനി ലോഞ്ച് ആൻ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞൊരു വർഷം നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തു then അടുത്ത് നോക്കി ദ ഗവൺമെന്റ് പാസ്ഡ് എ ഹിസ്റ്റോറിക് ലോ ഇൻ ദ പാർലമെന്റ് ഒരു പാർലമെന്റിൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് പാസ്ഡ് ഹിസ്റ്റോറിക്കൽ ലോ ഭയങ്കര സുപ്രധാനമായിട്ടുള്ള ഒരു റോള് അല്ലെങ്കിൽ ഒരു നിയമം എന്ത് ചെയ്തു ദ കമ്പനി ദ ഗവൺമെന്റ് ഹാസ് പാസ്ഡ് ദ ഗവൺമെന്റ് കൊണ്ടുവന്നു ഓക്കെ ഷീ കംപ്ലീറ്റഡ് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഡിസ്കവേർഡ് നോക്കിയേ ഡിസ്കവർ അല്ല ഡിസ്കവേർഡ് ദെൻ അടുത്ത് നോക്കിയേ ലോഞ്ച് ദ ഗവൺമെന്റ് പാസ്ഡ് ഷീ കംപ്ലീറ്റഡ് ഹെർ ഡോക്ടറൽ റിസർച്ച് ഇൻ റെക്കോർഡ് ടൈം കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ടൈമിൽ തന്നെ അവൾ കംപ്ലീറ്റ് ചെയ്തു ദെൻ എഞ്ചിനീയേഴ്സ് ബിൽഡ് എ റെവല്യൂഷണറി ബ്രിഡ്ജ് ഇൻ ജസ്റ്റ് 2 ഇയർ ഓക്കെ എഞ്ചിനീയേഴ്സ് ബിൽഡ് ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ദിസ് ഓൾ ആർ ദ എക്സാമ്പിൾ ഫോർ പാസ്റ്റ് ലോഞ്ച്ഡ് ഓക്കെ ലോഞ്ച്ഡ് അതേപോലെ തന്നെ പാസ്ഡ് ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ദിസ് ഓൾ ആർ ദ എക്സാമ്പിൾ ഓഫ് ഏതിനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓക്കെ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ഐ വിഷ് ഇറ്റ്സ് ദ ടൈം ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ്
Then here comes our next one, past continuous tense. നമ്മുടെ അടുത്തൊരു സെന്റൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ടെൻസ്. ഈ ഒരു കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളൊരു വേർഡ് കണ്ടാൽ തന്നെ ഉറപ്പിച്ചോ, അവിടെ എന്തുണ്ട്? ആരുണ്ട്? ing ഉണ്ട്. ഓക്കെ, ആരുടെ കൂടെ? വെർബ് പ്ലസ് ing. വെർബിന്റെ കൂടെ ആരുണ്ട്? ing ഫോം ഉണ്ട്. ഓക്കെ, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വർ പ്ലസ് verb plus ing. ഇങ്ങനെയാണ് നോക്കിയ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വേർ ഉണ്ട്, അതിന്റെ കൂടെ എന്തുണ്ട്? വെർബ് പ്ലസ് ing. നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം. ഓക്കെ, എങ്ങനെ വരുന്നത് നോക്കിയേ? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം ആണ് വരിക. ഓക്കെ, എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം. ഓക്കെ, നോക്കിയേ എങ്ങനെയൊക്കെയാണ്? To express a continuous action which was going on in the past. In the past ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. Okay. To express an action which was going on in the past. Past ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് past continuous tense യൂസ് ചെയ്യുക. Then the children were playing cricket. എന്താ? കുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? കുട്ടികളെല്ലാം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. The children were playing cricket. Okay. Then I was attending the conference. Okay. The children were. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? Children were playing cricket. Then I was attending the conference. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് BE, അതാണ് വാസ് ഓവർ പ്ലസ് വെർബ് പ്ലസ് ing. നെഗറ്റീവ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് BE, അതായത് വാസ് ഓവർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ing. Then BE ആണെങ്കിലോ വാസ് ഓർ വെർ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ing. അതായത് നമ്മളുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ത് വരും? വാസ് ഓർ വെർ പ്ലസ് വെർബ് പ്ലസ് ing വരും. നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? ടു എക്സ്പ്രസ് എ കണ്ടിന്യൂസ് ആക്ഷൻ. ഒരു കണ്ടിന്യൂസ് ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് എന്താ? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം സംഭവിച്ചാൽ. ഓക്കെ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? ഒരു ആക്ഷൻ സംഭവിച്ചു. Then two actions which were going on at this. Okay, example നോക്കിയേ. When the phone rang, she was studying. എന്താ? When the phone rang, ഫോൺ ബെല്ലടിച്ച സമയത്ത് when the phone rang എന്തായിരുന്നു? She was studying. അവൾ എന്ത് ചെയ്യുകയായിരുന്നു? അവൾ പഠിക്കുകയായിരുന്നു. When the phone rang, she was studying. Then അടുത്ത നോക്കിയേ. Two actions which were going on at the same time in the past. Okay, while I was studying, she was playing music. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ while I was studying, അവൾ എന്ത് ചെയ്യുകയായിരുന്നു? She was playing music. While I was studying, she was playing music. Okay, while I was driving, he was sleeping. എന്താ? ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? He was sleeping. നോക്കിയേ ഏതൊക്കെയാണ്? To express an action which was going on when another action happened. ഒരു ആക്ഷൻ നോക്കിയേ. To express an action which was going on, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ സംഭവിക്കുക. പിന്നെ നോക്കിയേ. When the phone rang, she was studying. ഫോൺ അടിച്ച സമയത്ത് അവൾ എന്ത് ചെയ്യുന്നു? She was studying. അവൾ പഠിക്കുകയായിരുന്നു. രണ്ടാമത്തെ നോക്കിയേ. When his father came, he was playing football. അവന്റെ അച്ഛൻ വന്ന സമയത്ത് അവൻ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? He was playing football. Then അടുത്ത് നോക്കിയേ. Two actions which were going on at the same time. പാസ്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നോക്കിയേ. While I was studying, she was playing music. എന്താ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. While I was studying, അവൾ എന്ത് ചെയ്യുന്നു? She was playing music. While I was driving, he was sleeping. എന്താ? ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു, അവൻ ഉറങ്ങുകയായിരുന്നു. നാലാമത്തെ നോക്കിയേ. To express persistent habit in the past. എന്താ? എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പാസ്റ്റത് പറയാൻ വേണ്ടിയിട്ട്. He was always snoring at night. അവന് രാത്രി എപ്പോഴും ഉറക്കം വലിക്കുന്നുണ്ടായിരുന്നു. He was always snoring at night. ഓക്കെ, എങ്ങനെയാണെന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ്
വാസ് ഓർ വേർ സബ്ജക്റ്റ് ഉണ്ടാവും, വാസ് ഓർ വേർ ഉണ്ടാവും, വി വൺ ഉണ്ടാവും, ing ഉണ്ടാവും, അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടാവും. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ഷീ കോൾഡ്. എന്താ അവൾ വിളിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? ഐ വാസ് റീഡിങ് എ ബുക്ക്. ദെൻ അടുത്ത് നോക്കിയേ, ദേ വർ പ്ലേയിങ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്താ മഴ പെയ്യാൻ തുടങ്ങിയ സമയത്ത് they were playing football. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. Then she was cooking dinner in the kitchen. എന്തായിരുന്നു അവർ ചെയ്യുന്നുണ്ടായിരുന്നത്? She was cooking dinner in the kitchen. Then he was watching TV all evening. എല്ലാ ദിവസവും ഈവനിങ് എന്ത് ചെയ്യുകയായിരുന്നു? He was watching TV. Then we were discussing an important issue. ഞങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? We were discussing an important issue. Then അടുത്ത നോക്കിയേ, scientists were analyzing data when they found a crucial clue. ഇന്നൊരു crucial clue കിട്ടിയ സമയത്ത് scientists were discovering the analyzing the data. Scientists എന്താ ചെയ്യുന്നതായിരുന്നു? Scientists were analyzing. Then the government was drafting new policy during the crisis. ആ ഒരു ക്രൈസിസിന്റെ സമയത്ത് സയന്റിസ്റ്റ് എന്ത് ചെയ്യായിരുന്നു? They were discovering new things. എന്താ scientists were discovering new ideas. Or scientists were discovering എന്താണ്? New things. Then the writers was working on his novel for years. എന്താ ഒരു വർഷമായിട്ട് for years the scientists have been working on this novel. ആ ഒരു നോവലിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. Then the students were preparing for their exam while the teacher was explaining. The teacher explain ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു? The students were preparing for their exam. Student എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. The students were preparing for their exam while the teachers were explaining. Okay. സോ നമ്മൾ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓവർ പ്ലസ് വെർബ് പ്ലസ് ing. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഏതൊക്കെ ഫോമിൽ പറയാൻ പറ്റും? ടു എക്സ്പ്രസ് എ കണ്ടിന്യൂസ് ആക്ഷൻ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റി പറയാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റിൽ വേറൊരു ആക്ഷൻ സംഭവിച്ചാൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റാം ടു ആക്ഷൻ വിച്ച് വർ ഗോയിങ് ഓൺ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് രണ്ട് ആക്ഷൻസ് നടക്കുന്നത്. ടു എക്സ്പ്രസ് പെർസിസ്റ്റന്റ് ഹാബിറ്റ്, ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം.